ഹായ്, എ ടു സെറ്റ് ജി കെ വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മുടെ ചാനലിൽ LSS സീരീസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് ജി കെയുടെ ആദ്യത്തെ ക്ലാസ്സാണ്, അഥവാ പൊതുവിജ്ഞാനത്തിൻ്റെ ആദ്യത്തെ ക്ലാസ്സാണ്. 10 മാർക്കിന് LSSന് ജി കെ ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ എല്ലാവരും ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഇനി വരുന്ന ക്ലാസ്സുകൾ നിങ്ങളിലേക്ക് എത്താൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യണേ. ഇന്ന് ജി കെയുടെ ആദ്യത്തെ ക്ലാസ്സാണ്. നമുക്ക് കഴിഞ്ഞ വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്ന് തന്നെ തുടങ്ങാം. കഴിഞ്ഞ വർഷം 2024 LSSൻ്റെ ജി കെ പാർട്ടിൽ നിന്നും പൊതുവിജ്ഞാനത്തിൽ നിന്നും വന്ന ആദ്യത്തെ ചോദ്യമായിരുന്നു ഇന്ത്യയിലെ കേന്ദ്രഭരണ പ്രദേശങ്ങളിൽ ഉൾപ്പെടാത്തത് ഏത് എന്നത്. ക്വസ്റ്റ്യനിൽ ക്ലിയർ കുറവുള്ളത് കൊണ്ട് ക്വസ്റ്റ്യൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇന്ത്യയിലെ കേന്ദ്രഭരണ പ്രദേശങ്ങളിൽ ഉൾപ്പെടാത്തത് ഏത് എന്നാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ എ ചണ്ഡീഗഡ്, ബി ലക്ഷദ്വീപ്, സി പഞ്ചാബ്, ഡി പുതുച്ചേരി. ഏതാണ് ആൻസർ? നിങ്ങൾക്കറിയോ? അതെ, സി പഞ്ചാബാണ് ആൻസർ. പഞ്ചാബ് എന്തുകൊണ്ടാണ് ഇതിൽ ഉൾപ്പെടാത്തത്? പഞ്ചാബ് ഇന്ത്യയിലെ ഒരു സംസ്ഥാനമാണ്. നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട് പഠിക്കേണ്ട കാര്യങ്ങളിലേക്ക് പോകാം. സ്ക്രീനിൽ നിങ്ങൾ മാപ്പ് കാണുന്നില്ലേ? നമ്മുടെ രാജ്യമായ ഇന്ത്യ രാജ്യത്തിൻ്റെ മാപ്പാണ്. ഇതിൽ എത്ര സംസ്ഥാനങ്ങളുണ്ട് ഇന്ത്യ രാജ്യത്ത്? അതെ, 28 സംസ്ഥാനങ്ങളും 8 കേന്ദ്രഭരണ പ്രദേശങ്ങളുമാണ് നിലവിൽ ഇന്ത്യയിലുള്ളത്. നമ്മുടെ ക്വസ്റ്റ്യൻ കേന്ദ്രഭരണ പ്രദേശങ്ങളെ പറ്റിയായതിനാൽ അതിനെപ്പറ്റി തന്നെ നമുക്ക് നോക്കാം. 8 കേന്ദ്രഭരണ പ്രദേശങ്ങളാണ് ഇന്ത്യയിലുള്ളതെന്ന് പറഞ്ഞു. 1 ഡൽഹി, 2 ജമ്മു കാശ്മീർ, 3 ലഡാക്ക്, 4 ലക്ഷദ്വീപ്, 5 പുതുച്ചേരി, 6 ആൻഡമാൻ നിക്കോബാർ ദ്വീപുകൾ, 7 ചണ്ഡീഗഡ്, 8 ദാദ്ര നഗർ ഹവേലി ആൻഡ് ദാമൻ ദിയു. ഈ പറഞ്ഞ 8 കേന്ദ്രഭരണ പ്രദേശങ്ങളാണ് നിലവിൽ ഇന്ത്യയിലുള്ളത്. ഇതുമായി ബന്ധപ്പെട്ട് പഠിച്ചിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട പോയിന്റുകൾ നോക്കാം. ആദ്യം വരുന്നത് ജമ്മു ആൻഡ് കാശ്മീർ. ജമ്മു ആൻഡ് കാശ്മീരിൻ്റെ തലസ്ഥാനം 2 തലസ്ഥാനങ്ങൾ വരുന്നുണ്ട്. ഒന്ന് വേനൽക്കാലത്ത് ശ്രീനഗറും ശൈത്യകാലത്ത് ജമ്മുവുമാണ്. വേനൽക്കാലത്ത് ശ്രീനഗറും ശൈത്യകാലത്ത് ജമ്മുവും. അടുത്ത പോയിന്റ്, ഭൂമിയിലെ സ്വർഗം എന്നറിയപ്പെടുന്നത് ജമ്മു ആൻഡ് കാശ്മീറാണ്. ഇന്ത്യയിലെ പൂന്തോട്ടം എന്നറിയപ്പെടുന്നതോ അതും ഉത്തരം ജമ്മു കാശ്മീറാണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കുങ്കുമപ്പൂവ് ഉൽപ്പാദിപ്പിക്കുന്നത് എവിടെയാണ്? കുങ്കുമപ്പൂവ് ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന കേന്ദ്രഭരണ പ്രദേശം ജമ്മു ആൻഡ് കാശ്മീറാണ്. അടുത്തത് ആൻഡമാൻ നിക്കോബാർ ദ്വീപുകൾ. തലസ്ഥാനം എവിടെയാ? പോർട്ട് ബ്ലെയർ. പോർട്ട് ബ്ലെയർ ആണ് ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളുടെ തലസ്ഥാനം. ഇന്ത്യൻ സേനാ വിഭാഗത്തിൻ്റെ സംയുക്ത കമാൻഡർ സ്ഥിതി ചെയ്യുന്നത് ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളിലാണ്. ഏറ്റവും ജനസാന്ദ്രത കുറഞ്ഞ കേന്ദ്രഭരണ പ്രദേശം അതും ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളാണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വന്യജീവി സങ്കേതങ്ങൾ ഉള്ള കേന്ദ്രഭരണ പ്രദേശവും ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളാണ്. ഒന്നും കൂടെ നോക്കാം. തലസ്ഥാനം പോർട്ട് ബ്ലെയർ, ഇന്ത്യൻ സേനാ വിഭാഗത്തിൻ്റെ സംയുക്ത കമാൻഡ് സ്ഥിതി ചെയ്യുന്നു, ഏറ്റവും ജനസാന്ദ്രത കുറഞ്ഞ കേന്ദ്രഭരണ പ്രദേശം, ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വന്യജീവി സങ്കേതങ്ങളുള്ള കേന്ദ്രഭരണ പ്രദേശം. ഇതൊക്കെ ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളുടെ പ്രത്യേകതകളാണ്. അടുത്തത് ചണ്ഡീഗഡ്. ചണ്ഡീഗഡിൻ്റെ തലസ്ഥാനം ചണ്ഡീഗഡ് തന്നെയാണ്. 2 ഇന്ത്യൻ സംസ്ഥാനങ്ങളുടെ തലസ്ഥാനമായ കേന്ദ്രഭരണ പ്രദേശമാണ് ചണ്ഡീഗഡ്. ഏതൊക്കെയാണ് ആ സംസ്ഥാനങ്ങൾ? 1 പഞ്ചാബ്, 2 ഹരിയാന. ഇവ രണ്ടിൻ്റെയും തലസ്ഥാനം ചണ്ഡീഗഡാണ്. ഇന്ത്യയിലെ ആദ്യത്തെ ആസൂത്രിത നഗരമാണ് ചണ്ഡീഗഡ്. അടുത്തത് ബ്യൂട്ടിഫുൾ സിറ്റി എന്നറിയപ്പെടുന്നതോ അതും ചണ്ഡീഗഡാണ്. ഇന്ത്യയുടെ റോസ് നഗരം എന്നറിയപ്പെടുന്നതും ചണ്ഡീഗഡാണ്. ദാദ്ര നഗർ ഹവേലി ആൻഡ് ദാമൻ ദിയു. തലസ്ഥാനം ഏതാണ്?
ദാമൻ. ദാമനാണ് ദാദ്ര നഗർ ഹവേലി ആൻഡ് ദാമൻ ഡിയുവിൻ്റെ തലസ്ഥാനം. ഇന്ത്യയുടെ പടിഞ്ഞാറ് ഭാഗത്തെ ചിറാപുഞ്ചി എന്നറിയപ്പെടുന്ന കേന്ദ്രഭരണ പ്രദേശമാണ് ദാദ്ര നഗർ ഹവേലി ആൻഡ് ദാമൻ ദിയു. അടുത്തത് ഡൽഹി. എവിടെയാണ് തലസ്ഥാനം? ന്യൂഡൽഹി തന്നെയാണ്. മുൻപ് നമ്മൾ പറഞ്ഞു ചണ്ഡീഗഡിൻ്റെ തലസ്ഥാനം ചണ്ഡീഗഡ് തന്നെയാണ്. ഡൽഹിയുടേത് ന്യൂഡൽഹി, ഡൽഹി തന്നെയാണ്. അടുത്തതൊരു കറണ്ട് അഫയർ പോയിൻ്റാണ്. രാഷ്ട്രപതി ഭവനിലെ മുഗൾ ഗാർഡൻ്റെ പേര് ഈ അടുത്ത കാലത്ത് മാറ്റിയിരുന്നു. പുതിയ പേരാണ് അമൃത് ഉദ്യാൻ. എന്താണ്? അമൃത് ഉദ്യാൻ. രാഷ്ട്രപതി ഭവനിലെ മുഗൾ ഗാർഡൻ്റെ പുതിയ പേര് അമൃത് ഉദ്യാൻ. മുഗൾ സംഭാവനകൾ ആയ ചെങ്കോട്ട, ജുമാ മസ്ജിദ്, ഷാലിമാർ ഗാർഡൻ, നിഷാന്ത് ഗാർഡൻ, ഷാജഹാനാബാദ് എന്നിവ സ്ഥിതി ചെയ്യുന്ന നഗരമാണ് ഡൽഹി. ഡൽഹിയിലെ തന്നെ അടുത്ത പോയിൻ്റാണ് ഇന്ത്യയിലെ ഏറ്റവും മലിനമായ നഗരം. ഇമ്പോർട്ടൻ്റ് പോയിൻ്റാണ്. ഇന്ത്യയിലെ ഏറ്റവും മലിനമായ നഗരം ഡൽഹിയാണ്. നെക്സ്റ്റ് പോയിന്റ്, ഇന്ത്യയിലെ ആദ്യ സിംഗിൾ യൂസ് പ്ലാസ്റ്റിക് ഫ്രീ വിമാനത്താവളം ഇന്ദിരാഗാന്ധി അന്താരാഷ്ട്ര വിമാനത്താവളമാണ്. ന്യൂഡൽഹിയിൽ സ്ഥിതി ചെയ്യുന്ന ഇന്ദിരാഗാന്ധി അന്താരാഷ്ട്ര വിമാനത്താവളമാണ് ഇന്ത്യയിലെ ആദ്യ സിംഗിൾ യൂസ് പ്ലാസ്റ്റിക് ഫ്രീ വിമാനത്താവളം. ഇത്രയും പോയിന്റുകളാണ് ഡൽഹിയിൽ നിന്നും ഡൽഹി കേന്ദ്രഭരണ പ്രദേശവുമായി ബന്ധപ്പെട്ട് വളരെ പ്രധാനപ്പെട്ട് നോക്കിയിരിക്കേണ്ട പോയിന്റുകൾ. അടുത്ത കേന്ദ്രഭരണ പ്രദേശമാണ് ലഡാക്ക്. ലഡാക്കിൻ്റെ തലസ്ഥാനമാണ് ലേ. ലഡാക്ക് ലേ. ഇന്ത്യയിലെ ഏറ്റവും വടക്കേ അറ്റത്തെ കേന്ദ്രഭരണ പ്രദേശമാണ് ലഡാക്ക്. ഏറ്റവും വലിയ കേന്ദ്രഭരണ പ്രദേശവും ലഡാക്ക് തന്നെയാണ്. അടുത്ത കേന്ദ്രഭരണ പ്രദേശം നോക്കാം. ലക്ഷദ്വീപ്. ലക്ഷദ്വീപിൻ്റെ തലസ്ഥാനം കവരത്തിയാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻ്റാണ്. ലക്ഷദ്വീപിൻ്റെ തലസ്ഥാനമാണ് കവരത്തി. ഇന്ത്യയിലെ ഏറ്റവും ചെറിയ കേന്ദ്രഭരണ പ്രദേശമാണ് ലക്ഷദ്വീപ്. വലുത് നമ്മൾ പറഞ്ഞു ലഡാക്ക് ആണെന്ന്, ചെറുത് ലക്ഷദ്വീപ്. മലയാളം ഔദ്യോഗിക ഭാഷയായ കേന്ദ്രഭരണ പ്രദേശമാണ് ലക്ഷദ്വീപ്. നദികളില്ലാത്ത ഇന്ത്യയിലെ ഏക കേന്ദ്രഭരണ പ്രദേശവും ലക്ഷദ്വീപ് തന്നെയാണ്. ലക്ഷദ്വീപിൻ്റെ തലസ്ഥാനം കവരത്തിയാണെന്നത് ഓർത്ത് വെക്കണേ. അടുത്ത കേന്ദ്രഭരണ പ്രദേശമാണ് പുതുച്ചേരി. പുതുച്ചേരിയുടെ തലസ്ഥാനം പുതുച്ചേരി തന്നെയാണ്. നമ്മൾ 3 പറഞ്ഞു. ഒന്ന് ചണ്ഡീഗഡ്. ചണ്ഡീഗഡിൻ്റെ തലസ്ഥാനം ചണ്ഡീഗഡ് തന്നെയാണ്. ഡൽഹി, ന്യൂഡൽഹി, ഇപ്പോൾ പുതുച്ചേരി. പുതുച്ചേരിയുടെ തലസ്ഥാനം പുതുച്ചേരി തന്നെയാണ്. ഇത്രയും പോയിന്റ്സുകളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നോക്കുന്നത്. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം. ടാറ്റാ, ബൈ ബൈ.